മാസം 18-ാം തീയതിയാണ് നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം ഒരു ദിവസമായി ഇന്ന്. ഇനി ആകെയുള്ളത് 4 ദിവസമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ്സിന് ഈ പറഞ്ഞ നവകേരള സദസ്സിനെ അതിൻ്റെ ഒരു ആശയം കൊണ്ട് നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ആശയം കൊണ്ട് നേരിടുന്നത് എങ്ങനെയായിരുന്നു? വിചാരണ സദസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമായിരുന്നു ഇതിനെതിരെ, നവകേരള സദസ്സിനെതിരെ ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. UDF പ്ലാൻ ചെയ്തിരുന്നത്. എന്തായി അത്? അത് പൊളിഞ്ഞ് പാളീസായി. പരിപാടി നടന്നു. അങ്ങനെ ഒരു പരിപാടി നടന്നത് ഇവിടെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിൻ്റെ മണ്ഡലത്തിൽ അങ്ങോട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. എവിടെ എത്തി വിചാരണ സദസ്സ്? കോൺഗ്രസിൻ്റെ പരിപാടി ഇങ്ങനെ തന്നെയാണ്, എല്ലാ പരിപാടികളും. അത് കണ്ണൂരിൽ നിന്ന് എന്താണ് ചെയ്തത്? കണ്ണൂരിൽ നിന്ന് ഹെൽമറ്റ് ആക്രമണം, ഒരു കാര്യം കൂടി ചേർത്തോട്ടെ. അതായത് നമ്മൾ നവകേരള സദസ്സ് വന്ന സമയത്ത് വിചാരണ സദസ്സ് കൂടി കോൺഗ്രസ് നടത്തേണ്ട. അപ്പോൾ നമ്മളൊരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു അല്ലേ? നമുക്ക് ഫുട്ടേജ് കൊടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. പറഞ്ഞു അല്ല, അപ്പോൾ വിചാരണ സദസ്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചെടിച്ചട്ടി ആക്രമണം, ഹെൽമെറ്റ് ആക്രമണം എന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് മീറ്റ് എഡിറ്റേഴ്സ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലെന്തെങ്കിലും പാഠം പഠിച്ചിട്ട് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇതിനെതിരെ ഒരു പ്ലാൻ ചെയ്യുമെന്നുള്ളത്. അവരത് പ്ലാൻ ചെയ്തില്ല. പിന്നെ നമ്മൾ കാണുന്നത് എപ്പോഴാണെന്നറിയോ? പിന്നെ എറണാകുളത്ത് എത്തിയപ്പോൾ പെരുമ്പാവൂർ കനാലിലേക്ക് എടുത്തെറിയുമ്പോഴാണ് നമ്മൾ അടുത്ത സമരം കാണുന്നത്. അതുവരെ ഇവർ അനങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി അന്ന് ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞ സംവിധാനം ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ നവകേരള സദസ്സുമായിട്ട് ഒരു വിചാരണ സദസ്സുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്, അപ്പം കാണാം, ഒന്നും കണ്ടില്ല. ഇപ്പം എന്താണ് ചെയ്തത്? ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? അടിക്ക് തിരിച്ചടി. ഞാനിദ്ദേഹത്തെ ഒരു കലാബാഹുവനായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്നറിയോ? നാളെയും മറ്റന്നാളും കൊണ്ട് 2 ദിവസം കൊണ്ട് വിചാരണ സദസ്സ് തീരുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസാവും. അതുകൊണ്ട് അണികളെല്ലാം ഇറക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് എന്താണ് അടിക്ക് തിരിച്ച്? ഇത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്കും കോൺഗ്രസ് അണികൾക്കും കൊടുക്കുന്നവർ? നിങ്ങൾ പെപ്പർ സ്പ്രേ എടുത്തിട്ട് വരുമ്പോൾ ന്യായീകരിക്കുകയാണ്. പെപ്പർ സ്പ്രേ നല്ലതാണ് പോലും. ഒരു പ്രസ്ഥാനം ഇങ്ങനെയാണോ? നമ്മൾ പെപ്പർ സ്പ്രേ ആയിട്ടാണോ ഇത്രയും നാളും കരിക്കോടി കരിക്കോടി കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് മന്ത്രിസഭയിലാണ് പെപ്പർ സ്പ്രേ ആയിട്ട് പോയിട്ടുള്ളത്? ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇതെന്താണ് ചെയ്യുന്നത്? പെപ്പർ സ്പ്രേ ആയിട്ട് പോവാണ്, വടിയെടുത്തിട്ട് പോവാണ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് കരിങ്കോടി. അപ്പോൾ വടിയെടുത്ത് അടിക്കാൻ പോകുമ്പോൾ തിരിച്ചടി കിട്ടും, അത് ഉറപ്പല്ലേ? പെപ്പർ സ്പ്രേ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നാളെ അവരിൽ പെപ്പർ സ്പ്രേ ഉണ്ടാവില്ലേ? ഇവരടുത്ത് ഒരു ദിവസം മാത്രമല്ല, ഇനി 4 ദിവസം കിടക്കല്ലേ, ഇവർക്ക് ബാക്കി കരിങ്കോടി കാണിക്കണ്ടേ? നാളെ 524 പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്താൻ പോകുമ്പോൾ പറയുകയാണ് നിങ്ങൾ കയറി അടിച്ച് തകർത്തോ എന്നുള്ള ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ സമരാഹ്വാനമൊന്നുമല്ല. സമരം നടത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ആശയത്തിനെതിരെ, നവകേരള സദസ്സിനെതിരെ എങ്ങനെയാണ് നവകേരള സദസ്സിൻ്റെ അതിൻ്റെ ന്യൂനതകൾ ഉയർത്തി കാണിക്കണമായിരുന്നു. അവർ ചെയ്ത തെറ്റുകൾ കാണിക്കണമായിരുന്നു. ഇതിൽ വന്ന നഷ്ടം കാണിക്കണമായിരുന്നു. ഇതൊന്നും കാണിക്കാതെ എന്താണ് ആഹ്വാനം? അടിച്ചോളൂ പൊളിച്ചോളൂ. ഇത് ഇങ്ങനെയൊന്നും അല്ല ഇരിക്കേണ്ടത്. നേതാക്കന്മാർ ഇരുന്ന് ഇറങ്ങിയാൽ പോരാ, അടിച്ചോളൂ പൊളിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണോ സമര ആഹ്വാനങ്ങൾ നടത്തേണ്ടത്? നാളെ 524 പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുകയാണ്. എങ്ങനെയാണ്? വിചാരണ സദസ്സ് പൊളിഞ്ഞ് പാളീസായി എന്നുള്ളതാണ് അർത്ഥം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നവകേരള സദസ്സിനെതിരെ സർക്കാരിൻ്റെ ഈ മന്ത്രിസഭാ പ്രയാണത്തിനെതിരെ നടത്തിയ വിചാരണ സദസ്സ് പൊളിഞ്ഞു പാളീസായി. ആ വിചാരണ സദസ്സിനെതിരെ ഇവർ ചെയ്യുന്ന പരിപാടിയാണ്, ഇനി ആഹ്വാനമാണ്. സാധാരണ അതെല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് നടക്കുക. നമ്മൾ കലാപം തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ വിജയിക്കുന്നില്ല. ആ വിജയിക്കാത്തപ്പം പിന്നെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗവർണർക്കെതിരെ SFI വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തി. വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് മാറിയിരിക്കുകയായിരുന്നു. അവർ കാര്യം മനസ്സിലായി. കാരണം കഴിഞ്ഞ 7.5 വർഷമായിട്ട് അനങ്ങാതിരുന്ന SFIനെ ഈ ഗവർണർ കാരണം SFI ഭരണകക്ഷിയിൽപ്പെട്ട SFI ആണ്. SFIക്കെതിരെ വിദ്യാർത്ഥി സംഘടനയാണ്. അവർക്കെതിരെ സമരം നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരിറങ്ങി പെർഫോം ചെയ്യുമ്പോണ്ടല്ലോ ഇവർ കൈ മലത്തിക്കാണ്. ഇനി ഇവരാകെ മുന്നേ എന്താണ്? നിങ്ങൾ നാളെ 524 പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്തിക്കോളൂ, അവിടെ നിങ്ങൾ സമരം നടത്തിക്കോളൂ, അവിടെ അടിച്ചോളൂ പൊളിച്ചോളൂ. അത് കഴിഞ്ഞ് DGP ഓഫീസിലേക്ക് സമരം നടത്തിക്കോളൂ, അവിടെ അടിച്ചോളൂ പൊളിച്ചോളൂ. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴും ഇവർക്ക് ഒരാശയം, ഈ സർക്കാരിനെതിരെ, ഈ നവകേരള സദസ്സിനെതിരെ ഒരാശയം ഇവർക്ക് മെനയാൻ പറ്റിയിട്ടില്ല. ഒരു നേതാക്കന്മാർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ്? നമ്മൾ ഈ ബാലപ്പടക്കം പൊട്ടിക്കുന്ന അവിടുന്ന് ഒരു നേതാവ് കുറേ കാര്യങ്ങൾ പറയും, ഇവിടുന്ന് കുറേ നേതാക്കന്മാർ. VD സതീശൻ എന്താ പറയുന്നത്? VD സതീശൻ കേൾക്കുന്നത് അറിയുന്നില്ല. സുധാകരൻ എന്താ പറയുന്നത്? അദ്ദേഹം അറിയുന്നില്ല. മുരളീധരൻ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇവർക്കൊരു സമന്വയമില്ല. UDFൻ്റെ ഭാഗത്തൊരു സമന്വയമില്ല. ഇത് LDFൻ്റെ സർക്കാർ ഒന്നിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് നവകേരള സദസ്സ്. അതിനെതിരെ UDFൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംയുക്തമായ സമരമല്ല വേണ്ടത്. ആ സമരം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഇവർക്ക് ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ, വേറെ ഒന്നും വരെ മുന്നിലില്ല. ആക്ഷൻ വേണ്ടേ? അല്ല, ആക്ഷൻ ഇങ്ങനെയാണെന്നേ. ഈ ആക്ഷൻ ഉണ്ടായി റിയാക്ഷൻ ഉണ്ടാവും.
ആക്ഷൻ ഉണ്ടായി റിയാക്ഷൻ ഉണ്ടാവും. ഒരു ആക്ഷൻ ആരും അടി കൊടുത്ത് വീട്ടിൽ അടി മേടിച്ച് വീട്ടിൽ പോകുന്നു തോന്നുന്നുണ്ടോ? ആക്ഷൻ ഉണ്ടാവും, അപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും. ശരി. Meet the editors.